വേദനയുടെ മരുന്നുകളായ ഐബുപ്രോഫൻ, നാപ്രോക്സൻ, ഡൈക്ലോഫെനാക് ഇതുപോലത്തെ മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായും നിങ്ങളിരുന്ന് കാണുക. ഹായ്, ദിസ് ഇസ് ഡോക്ടർ ഷാബാസ് ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. ഈ പറഞ്ഞ മരുന്നുകളൊക്കെ NSAID എന്ന് പറഞ്ഞ വിഭാഗത്തിലാണ് പെടുത്തുക, അതായത് നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്. ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഗ്യാസ്ട്രിക് അൾസർ. സോ ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. 60 വയസ്സിന് മേലുള്ളവർക്ക് NSAID കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അൾസർ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നമ്പർ 2, മുമ്പ് പെപ്റ്റിക് അൾസർ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ ഉള്ളവരാണെങ്കിൽ NSAID പരമാവധി അവോയ്ഡ് ചെയ്യുക. നമ്പർ 3, ഹൈ ഡോസിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ NSAID ഉപയോഗിക്കുകയാണെങ്കിൽ അൾസർ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നമ്പർ 4, NSAID ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ഈ വേദനയുടെ ഗുളികയും സ്റ്റെറോയിഡും ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അൾസർ വരാനുള്ള സാധ്യത ഡബിളാണ്. നമ്പർ 5, ഹൈ റിസ്ക് NSAIDകൾ ഒഴിവാക്കുക.